നമസ്കാരം. ലേൺ അറ്റ് ഹോം പ്ലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഹിസ്റ്ററി ഓഫ് ഓർഗാനിക് കെമിസ്ട്രിയും യുണീക്നെസ് ഓഫ് കാർബണും ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോ കാർബൺസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസ് ബ്രോഡായിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഓപ്പൺ ചെയിൻ or acyclic or aliphatic hydrocarbons. രണ്ട് cyclic, closed chain or ring hydrocarbons. ഈ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യാം. സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആർ കോൾഡ് ആൽക്കെയിൻസ്. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും അടങ്ങിയ ഹൈഡ്രോകാർബൺസ് ആണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ആ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഡബിൾ ബോണ്ടുകൾ അടങ്ങിയ ആൽക്കീനുകൾ എന്നും ട്രിപ്പിൾ ബോണ്ടുകൾ അടങ്ങിയ ആൽക്കൈനുകൾ എന്നും. ക്ലോസ്ഡ് ചെയിൻ ഹൈഡ്രോകാർബൺസിനെ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യാം. ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസും ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസും. ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസിനെ വീണ്ടും മൂന്നായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് സൈക്ലോ ആൽക്കെയിൻസ്, രണ്ട് സൈക്ലോ ആൽക്കീൻസ്, മൂന്ന് സൈക്ലോ ആൽക്കൈൻസ്. ഇതിൽ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസിനെ കുറിച്ചും ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസിനെ കുറിച്ചും അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോമോലോഗസ് സീരീസിനെ കുറിച്ചാണ്. ഹൈഡ്രോകാർബൺസും അവരുടെ ഡെറിവേറ്റീവ്സിനും അതിലുള്ള മെമ്പേഴ്സിനെ നമുക്ക് ഒരു സീരീസ് ആയിട്ട് ക്രമീകരിക്കാൻ കഴിയും. ആ സീരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അടുത്തടുത്ത മെമ്പേഴ്സ് തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല ആ സീരീസിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരു ജനറൽ ഫോമുല ഉണ്ടായിരിക്കും. കൂടാതെ അതിലുള്ള മെമ്പേഴ്സിൻ്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒരുപോലെ ആയിരിക്കും. അതായത് വാട്ട് ഈസ് മെൻ ബൈ ഹോമോലോഗസ് സീരീസ് എന്ന് ചോദിച്ചാൽ, ഹോമോലോഗസ് സീരീസ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് കോമ്പൗണ്ട്സ് വിത്ത് സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ എ CH2 ഗ്രൂപ്പ്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിലൊന്ന് സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ എ CH2 ഗ്രൂപ്പ്. They can be represented by a general formula. They can be prepared by similar chemical methods. They have similar chemical properties. ഹോമോലോഗസ് സീരീസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ആദ്യമായി ആൽക്കെയിൻസ്. ആൽക്കെയിൻസ് ALKANES. ആൽക്കെയിൻസിൻ്റെ ജനറൽ ഫോമുല CnH2n+2, where n is the number of carbon atoms. അപ്പോൾ ഈ ആൽക്കെയിൻസിലുള്ള ഫസ്റ്റ് മെമ്പർ CH4 മീഥെയിൻ ആണ്. നെക്സ്റ്റ് മെമ്പർ CH3CH3 ഈഥെയിൻ. ഫസ്റ്റ് മെമ്പർ മീഥെയിൻ, സെക്കൻഡ് മെമ്പർ ഈഥെയിൻ. ഈ രണ്ട് മെമ്പേഴ്സ് തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. ഇനി നമുക്ക് അടുത്ത മെമ്പർ എഴുതണമെങ്കിൽ ഒരു CH2 ഗ്രൂപ്പ് ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് CH3CH2CH3. ദാറ്റ് ഈസ് പ്രൊപ്പെയിൻ. അടുത്ത മെമ്പർ എഴുതുമ്പോൾ വീണ്ടും ഒരു CH2 ഇട്ട് കൊടുത്താൽ മതി. CH2CH3. ഒരു മെമ്പറും കൂടി എഴുതണമെങ്കിൽ ഇതിൻ്റെ പേര് ബ്യൂട്ടേൻ. നെക്സ്റ്റ് മെമ്പർ CH3CH2, ഒരു CH2 കൂടി, CH2CH3. ദിസ് ഈസ് പെൻറ്റെയിൻ. അപ്പോൾ ഈ അടുത്തടുത്ത മെമ്പേഴ്സ് തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. കൂടാതെ ഇവരുടെ ജനറൽ ഫോമുല എല്ലാ മെമ്പേഴ്സും ഈ CnH2n+2 എന്ന ജനറൽ ഫോമുല ഒബേ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവരുടെയൊക്കെ തന്നെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒരുപോലെയാണ്. അത് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ ആൽക്കീൻസ് ഇതുപോലെ ഒന്ന് എഴുതി നോക്കാം. ആൽക്കീൻസ്
KENES, ആൽക്കീൻസ്. ജനറൽ ഫോമുല CnH2n. ആൽക്കീൻസിലുള്ള ഫസ്റ്റ് മെമ്പർ ഈഥീനാണ്. CH2 ഡബിൾ ബോണ്ട് CH2, ഈഥീൻ, ETHENE. ഇനി അടുത്ത മെമ്പർ ഒരു CH2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് മെമ്പർ എഴുതാം. CH3 CH ഡബിൾ ബോണ്ട് CH2, ദാറ്റ് ഈസ് പ്രൊപ്പീൻ. CH3 CH ഡബിൾ ബോണ്ട് CH2. ഇവിടെയുള്ള ഒരു H പോയിട്ട് ആ സ്ഥലത്താണ് ഞാനിവിടെ CH2 ആഡ് ചെയ്ത്, H+CH2, അങ്ങനെ ഇവിടെ CH3 ആയത്. അപ്പോൾ ഈഥീനും പ്രൊപ്പീനും തമ്മിലും ഒരു CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസം. ഇനി അടുത്ത മെമ്പർ എഴുതാൻ പ്രയാസമില്ല. CH3യുടെ ഇപ്പുറം ഒരു CH2 ഇട്ട് കൊടുത്താൽ മതി. ദിസ് ഈസ് കോൾഡ് But1ene. ഞാനിപ്പോൾ എഴുതുന്നതൊക്കെ ടെർമിനൽ ആൽക്കീൻസ് ആണ്. ദാറ്റ് ഈസ് അറ്റത്തോടെ ഏറ്റവും അറ്റത്ത് ഡബിൾ ബോണ്ട് കാണപ്പെടുന്ന ആൽക്കീൻസ് ആണ് ഞാനിപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് എഴുതുന്നത്. നെക്സ്റ്റ് മെമ്പർ എഴുതുമ്പോൾ CH3 ഒരു CH2 കൂടി ആഡ് ചെയ്യാം. CH ഡബിൾ ബോണ്ട് CH2, ദാറ്റ് ഈസ് Pent1ene. ഇങ്ങനെ നമുക്ക് എത്ര മെമ്പേഴ്സിന് വേണമെങ്കിലും താഴോട്ട് ഇങ്ങനെ എഴുതി പോകാൻ പറ്റും. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ജനറൽ ഫോമുലയാണ്. സക്സസീവ് മെമ്പേഴ്സ് തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. സെയിം മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനാണ്, സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. ഇതുപോലെ നിങ്ങൾക്ക് ആൽക്കൈൻസ് എഴുതാം. ആൽക്കൈൻസ് ALKYNES, ആൽക്കൈൻസ് ജനറൽ ഫോമുല CnH2n-2. അതിലുള്ള ഫസ്റ്റ് മെമ്പർ ഈഥൈൻ, CH ട്രിപ്പിൾ ബോണ്ട് CH, ഈഥൈൻ. നെക്സ്റ്റ് മെമ്പർ ഒരു CH2 എക്സ്ട്രാ ആഡ് ചെയ്യുക, CH3 C ട്രിപ്പിൾ ബോണ്ട് CH, ദാറ്റ് ഈസ് പ്രൊപ്പൈൻ. നെക്സ്റ്റ് മെമ്പർ എഴുതുമ്പോൾ ഒരു CH2 ഇതിൻ്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്താൽ മതി. CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH, ദാറ്റ് ഈസ് But1ine. ഇവിടെ ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് എഴുതിയത് ടെർമിനൽ ആൽക്കൈൻസ് ആണ്. ഏറ്റവും അറ്റത്ത് ട്രിപ്പിൾ ബോണ്ട് കാണപ്പെടുന്ന ആൽക്കൈൻസ് ആണ് നമ്മൾ ഒരു സീരീസ് ആയിട്ട് എഴുതുന്നത്. നെക്സ്റ്റ് മെമ്പർ എഴുതുമ്പോൾ CH3 CH2 ഒരു CH2 കൂടി ആഡ് ചെയ്യുക, C ട്രിപ്പിൾ ബോണ്ട് CH, ദാറ്റ് ഈസ് Pent1ine. ഇങ്ങനെ എത്ര മെമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് എഴുതിപ്പോവാം. നെക്സ്റ്റ് ഞാൻ അടുത്തൊരു ഫങ്ഷണൽ ഗ്രൂപ്പിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കൈൽ ഹാലൈഡ് അഥവാ ഹാലോ ആൽക്കൈൻ. ആൽക്കൈൽ ഹാലൈഡ് എന്ന ജനറൽ പേരിൽ അറിയപ്പെടുന്ന ആൽക്കൈൽ ഹാലൈഡ് ഓർ ഹാലോ ആൽക്കൈൻ. ജനറൽ ഫോമുല CnH2n+1x, where x is the halogen atom. First member, for example, CH3Cl. This is called chloromethane. Next member CH3CH2Cl, chloroethane. Next member CH3CH2CH2Cl, 1-chloropropane. ഇവിടെ നമ്മൾ സ്ഥാനം സ്പെസിഫൈ ചെയ്യണം. ഞാനെല്ലാം ഒന്നാമത്തെ പൊസിഷനിൽ ഹാലജൻ ആറ്റം വരുന്നതാണ് ഇവിടെ ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് മെമ്പർ CH3CH2CH2CH2Cl, ദാറ്റ് ഈസ് 1-chlorobutane. അടുത്ത എക്സാമ്പിൾ ആൽക്കഹോൾസ്. ആൽക്കഹോൾസിൻ്റെ ജനറൽ ഫോമുല CnH2n+2O. ഫസ്റ്റ് മെമ്പർ മെഥനോൾ, CH3OH, മെഥനോൾ. സെക്കൻഡ് മെമ്പർ CH3CH2OH, എഥനോൾ. നെക്സ്റ്റ് CH3CH2CH2OH, പ്രൊപ്പാൺ 1-ol. OH ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഒന്നാം സ്ഥാനത്ത്, പ്രൊപ്പാൺ 1-ol. ഇതുപോലെ ബാക്കി മെമ്പേഴ്സും നിങ്ങൾക്ക് എഴുതി നോക്കാം.
ഇനി അടുത്തതായി ആൽഡിഹൈഡ്സ് നോക്കാം. ആൽഡിഹൈഡ്സ് ജനറൽ ഫോർമുല CnH2nO. ഫസ്റ്റ് ആൽഡിഹൈഡ് ഫോർമാൽഡിഹൈഡ് എന്നറിയപ്പെടുന്ന മെഥനാൽ. നെക്സ്റ്റ് ഒരു CH2 ഗ്രൂപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ CH3 ആയി മാറും. CH3CHO, ഇതിൻ്റെ പേര് എഥനാൽ. നെക്സ്റ്റ് മെമ്പർ CH3CH2CHO, പ്രൊപ്പനാൽ. IUPAC നോമൻക്ലാച്ചർ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിക്കും. ഇത് മുന്നേ നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. ഈ ആൽഡിഹൈഡ്സും കീറ്റോൺസും ആൽക്കഹോൾസും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതേ ജനറൽ ഫോർമുല തന്നെയാണ് കീറ്റോൺസിനുള്ളത്. അത് നിങ്ങൾ സ്വന്തം എഴുതി നോക്കണം. നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കാർബോക്സിലിക് ആസിഡാണ്. കാർബോക്സിലിക് ആസിഡ്സ് ജനറൽ ഫോർമുല CnH2nO2. ഫസ്റ്റ് മെമ്പർ ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡായ ഫോമിക് ആസിഡ് HCOOH. IUPAC നെയിം മെഥനോയിക് ആസിഡ്. നെക്സ്റ്റ് മെമ്പർ വിനാഗിരിയിലുള്ള ആസിഡ് അസറ്റിക് ആസിഡ് CH3COOH. എഥനോയിക് ആസിഡ് എന്ന് IUPAC നെയിം. എഥനോയിക് ആസിഡ്. നെക്സ്റ്റ് മെമ്പർ പ്രൊപ്പനോയിക് ആസിഡ് CH3CH2COOH. പ്രൊപ്പനോയിക് ആസിഡ്. ബാക്കി മെമ്പേഴ്സിനെ എഴുതി നോക്കാം. ആൽക്കഹോൾസിൻ്റെ അതേ ജനറൽ ഫോർമുലയുള്ള ഈതേഴ്സും ആൽഡിഹൈഡ്സിൻ്റെ അതേ ജനറൽ ഫോർമുലയുള്ള കീറ്റോൺസും കാർബോക്സിലിക് ആസിഡിൻ്റെ അതേ ഫോർമുലയുള്ള എസ്റ്റേഴ്സും നിങ്ങൾ സ്വയം എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഹൈബ്രിഡൈസേഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായി നിങ്ങൾ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ആറ്റോമിക് ഓർബിറ്റൽസ് ഇൻ്റർമിക്സ് ചെയ്തുകൊണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവുകയും ഇത്തരം ഹൈബ്രിഡ് ഓർബിറ്റൽസ് സാധാരണ ആറ്റോമിക് ഓർബിറ്റൽസിനേക്കാൾ കൂടുതൽ ശക്തമായ ബോണ്ടുകൾ ഫോം ചെയ്യുന്നുവെന്നും നിങ്ങൾ ആ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉപയോഗിച്ച് സിഗ്മ ബോണ്ടുകളും ആ ആറ്റത്തിൻ്റെ തന്നെ ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യാത്ത അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉപയോഗിച്ച് പൈ ബോണ്ടുകളും ഫോം ചെയ്യുന്നു. ഹൈബ്രിഡൈസേഷൻ പറയുന്നതിന് മുന്നേ 5 തരം ഹൈബ്രിഡൈസേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. sp3, sp2, sp, sp3d ആൻഡ് sp3d2. അതിൽ കാർബൺ ആറ്റം ഇൻവോൾവ് ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ 3 എണ്ണം. sp3, sp2 ആൻഡ് sp ഹൈബ്രിഡൈസേഷൻ. എങ്ങനെ ഈ കാർബൺ ആറ്റത്തിന് ഈ 3 ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്നു എന്നാണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത്. അതിന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർബണിൻ്റെ ടെട്രാവാലൻസി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരുന്നു. അത് കാർബൺ 6 ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p2. 1s2, 2s2, 2p2. Excited state electronic configuration 1s2, 2s1, 2p3. ഇങ്ങനെ കാർബണിൻ്റെ വാലൻസി 4ആയി മാറുന്നുണ്ട്. ഈ 4 ഹാഫ് ഫിൽഡ് ആറ്റോമിക് ഓർബിറ്റൽസും ഹൈബ്രിഡൈസേഷന് വിധേയമാകുമ്പോഴാണ്, അതായത് ഈ 2sഉം ഈ 2pയിലുള്ള 3ഉം കൂടി ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് ഹൈബ്രിഡൈസേഷൻ sp3 ആയിട്ട് മാറുന്നത്. ഇനി ഈ എസും 2pയും മാത്രം ഇൻവോൾവ് ചെയ്ത് ഈ p ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യാതെ നിൽക്കുമ്പോൾ അത്തരം ഹൈബ്രിഡൈസേഷന് sp2 എന്നാണ് പറയുക.
ഇനി ഈ എസും ഈ പിയും മാത്രം ഇൻവോൾവ് ചെയ്യുന്നു, ഈ രണ്ട് ഓർബിറ്റലും അൺഹൈബ്രിഡൈസ്ഡായി കിടക്കുകയാണെങ്കിൽ അതാണ് sp ഹൈബ്രിഡൈസേഷൻ. ഇനി മുന്നേ നിങ്ങൾ പഠിച്ച sp3dയും sp3dയും sp3d2യും കാർബൺ വിധേയമാകാത്തതിൻ്റെ കാരണം കാർബൺ ആറ്റത്തിന് വേക്കൻ്റായ ഡി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ 3 sp3, sp2 ആൻഡ് sp. ഈ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ് ബോണ്ട് സ്ട്രെങ്തിനെയും ബോണ്ട് ലെങ്തിനെയും എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് sp3 ഹൈബ്രിഡൈസേഷനിൽ എസ് ക്യാരക്ടർ മൊത്തം നമ്മൾ 100% എടുക്കുകയാണെങ്കിൽ 25% എസ് ക്യാരക്ടറും 75% പി ക്യാരക്ടറുമായിരിക്കും ഉണ്ടാവുക. sp2 ആണെങ്കിൽ 33.33% എസ് ക്യാരക്ടറും 66.66% പി ക്യാരക്ടറുമായിരിക്കും ഉണ്ടാവുക. sp ആണെങ്കിൽ 50% എസ് ക്യാരക്ടറും 50% പി ക്യാരക്ടറും ആയിരിക്കും ഉണ്ടാവുക. എത്രത്തോളം എസ് ക്യാരക്ടർ കൂടുന്നുവോ അത്രത്തോളം ആ ബോണ്ടിൻ്റെ സ്ട്രെങ്തും കൂടുതലായിരിക്കും. അപ്പം ഗ്രേറ്റർ ദ എസ് ക്യാരക്ടർ ഗ്രേറ്റർ ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദി ബോണ്ട്. അപ്പോൾ ബോണ്ട് സ്ട്രെങ്തും ബോണ്ട് ലെങ്തും ഇൻവേഴ്സ് റിലേഷനാണ്. ബോണ്ട് സ്ട്രെങ്തും ബോണ്ട് ലെങ്തും ഇൻവേഴ്സ് റിലേഷനാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും സ്ട്രോങ്ങറായ ബോണ്ടും അതുപോലെ ഏറ്റവും ഷോർട്ടറായ ബോണ്ടും ഉണ്ടാക്കുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽ sp ആയിരിക്കും. sp ഹൈബ്രിഡ് ഓർബിറ്റലാണ്. അപ്പോൾ sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് കഴിഞ്ഞാൽ പിന്നെ sp2 ആണ്, പിന്നെയാണ് sp3. അപ്പോൾ ഏറ്റവും സ്ട്രോങ്ങർ ബോണ്ട് ഉണ്ടാക്കുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽ sp ആണ്. അഥവാ sp ഹൈബ്രിഡൈസേഷന് വിധേയമായ കാർബൺ ആറ്റങ്ങളുടെ ബോണ്ട് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. ഇനി ഇത് എസ് ക്യാരക്ടർ കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കൂടുകയും ബോണ്ട് ലെങ്ത് കുറയുകയും എന്ന് പറഞ്ഞ പോലെ തന്നെ എസ് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് ആ കാർബൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കൂടും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദ എസ് ക്യാരക്ടർ ഗ്രേറ്റർ ഈസ് ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ദി കാർബൺ. ഗ്രേറ്റർ ദി ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഒരു ഓർഗാനിക് മോളിക്യൂളിൽ ഒരു കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ആ കാർബൺ ആറ്റത്തിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ എസും ഈ 3 പിയും ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 4 ഹാഫ് ഫിൽഡ് ആറ്റോമിക് ഓർബിറ്റൽസും ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്തു. അപ്പോൾ ഈ 4ഉം സിഗ്മ ബോണ്ടുകൾ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പൈ ബോണ്ടുകളെ ഉണ്ടാവില്ല. അപ്പോൾ കാർബൺ ആറ്റത്തിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ കാർബൺ sp3 ഹൈബ്രിഡൈസേഷനിലായിരിക്കും. ഇനി കാർബൺ ആറ്റത്തിൽ ഒരു പൈ ബോണ്ട് കാണുന്നുണ്ടെങ്കിൽ ഏത് സൈഡിലും ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ഓർ ബോട്ടം എവിടെയെങ്കിലും കാർബൺ ആറ്റത്തിന് ഒരു പൈ ബോണ്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആയിരിക്കും. കാരണം കാർബണിന് 4 ഹാഫ് ഫിൽഡിൽ 3 എണ്ണം മാത്രമേ ഹൈബ്രിഡൈസേഷനിൽ വരുന്നുള്ളൂ. അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഈ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് അത് പൈ ബോണ്ട് ഫോം ചെയ്യും. ഒരു പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഇനി ഒരു കാർബൺ ആറ്റത്തിന് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് എങ്കിൽ ആ കാർബൺ sp ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അഥവാ ഈ എസും ഈ പിയുമായിരിക്കും അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവുക. ബാക്കി ഈ 2 അൺഹൈബ്രിഡൈസ്ഡ് 2p ഓർബിറ്റലും 2 പൈ ബോണ്ടുകൾ ഫോം ചെയ്യുവാൻ കഴിയും. അപ്പോൾ sp ഹൈബ്രിഡൈസേഷനിലെ എക്സാമ്പിൾസ് ആൽക്കൈൻസ് ആണ്. sp2 ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ ആൽക്കീൻസ് ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ ആൽക്കെയിൻസ് ആണ്. ഇനി ഒരു മോളിക്യൂളിൽ ഒരു കാർബൺ ആറ്റത്തിന് ഇരുഭാഗത്തും ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ കാർബണും sp ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഇരുഭാഗത്തും ഡബിൾ ബോണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 2 പൈ ബോണ്ട് ഫോം ചെയ്യുകയല്ലേ. അപ്പോൾ ഈ എസും ഈ പിയും മാത്രം മതിയാവും ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ബാക്കി ഈ 2 എണ്ണം 2 സൈഡിലായിട്ട് 2 പൈ ബോണ്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ആൽക്കാഡൈൻസ് എന്നാണ് 2 പൈ ബോണ്ടുകൾ ഒരേ കാർബൺ ആറ്റത്തിൽ 2 സൈഡിലായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ പറയുക.
അപ്പോൾ SP ഹൈബ്രിഡൈസ് ആൽക്കൈൻസിൽ SP, ആൽക്കീൻസിൽ SP2, ആൽക്കെയിൻസിൽ SP3. ഇനി കുറച്ച് മോളിക്യൂൾസ് ഞാൻ എക്സാമ്പിളായിട്ട് എടുത്ത് ഹൈബ്രിഡൈസേഷൻ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ എക്സാമ്പിൾ ഈഥേൻ CH3 CH3. ഈ കാർബണിനും ഹൈബ്രിഡൈസേഷൻ SP3 ആണ്. കാരണം ഈ കാർബണിലും സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാർബണും SP3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. ഇനി മറ്റൊരു കാര്യം കൂടി, ഇതിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിൽ ഒരു കാർബൺ സിഗ്മ ബോണ്ടും ഈ മൂന്നും കൂടി 6 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടും, അങ്ങനെ മൊത്തം 7 സിഗ്മ ബോണ്ട്സും ഈ മോളിക്യൂളിലുണ്ട്. സിഗ്മ ബോണ്ട്സ് മാത്രമേ ഉള്ളൂ. ഇത് ആൽക്കെയിൻസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് മോളിക്യൂൾ CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതിൽ 3 കാർബൺ ഉണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് SP3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ആണ്. രണ്ടാമത്തെ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്, അത് SP2 ആണ്. മൂന്നാമത്തതും ഡബിൾ ബോണ്ട് ഉണ്ട്, അതും SP2 കാർബൺ. അപ്പോൾ ഒരെണ്ണം SP3യും 2 SP2. ഇനി ഇതിലുള്ള സിഗ്മ ബോണ്ടും പൈ ബോണ്ട്, ഇതിലൊരു പൈ ബോണ്ട് ഉണ്ട്, ബാക്കിയെല്ലാം സിഗ്മ ബോണ്ടാണ്. അപ്പോൾ സിഗ്മ ബോണ്ടിൻ്റെ എണ്ണം ചോദിച്ചാൽ ഇവിടെ 3 ഉണ്ട്. അതുകൂടാതെ ഇവിടെ കാർബൺ സിഗ്മ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട്, കാർബൺ സിഗ്മ ബോണ്ട്, ദെൻ 2 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും. അപ്പോൾ 3, 5, 3, 8 സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ഈ മോളിക്യൂളിലുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഇത് SP3, ഇതും SP3, ഇത് SP2, ഇതും SP2. നെക്സ്റ്റ് CH3 C ട്രിപ്പിൾ ബോണ്ട് CH. ഇത് SP3, ഇത് SP, കാരണം ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, ഇതും SP. ഇപ്പോൾ 2 SPയും ഇത് SP3. നെക്സ്റ്റ് CH2 ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ഇതും ഒരു ഡൈനാണ്. ഈ കാർബൺ SP2, ഇതും SP2, ഇതും SP2, ഇതും SP2. എല്ലാ കാർബണും SP2 ഹൈബ്രിഡൈസ്ഡ്, എല്ലാ കാർബണിനും ഓരോ പൈ ബോണ്ട് വീതം ഉള്ളത് കൊണ്ട് ഈ 4 കാർബണും SP2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഈ മോളിക്യൂൾസിലൊക്കെ തന്നെ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഒക്കെ നിങ്ങൾ എണ്ണി നോക്കി കണ്ടെത്തണം. നെക്സ്റ്റ് CH3 CH2 CH ഡബിൾ ബോണ്ട് CH3. ഇത് SP3, ഇത് SP3, ഇതും SP2, ഇത് SP2, ഇത് SP3. ഇവിടെ മാത്രം ഈ 2 SP2, ഈ 3 SP3. നെക്സ്റ്റ് CH2 C ഡബിൾ ബോണ്ട് CH3. അപ്പം ഇത് SP2, ഇത് ഈ മോളിക്യൂൾ, ഈ കാർബൺ ആറ്റത്തിന് 2 സൈഡിലും ഡബിൾ ബോണ്ട് ഉണ്ട്, 2 പൈ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് ഇത് SP, ഇത് SP2, ഇത് SP, ഇത് SP2, കാരണം ഈ സൈഡിൽ മാത്രമേ പൈ ബോണ്ട് ഉള്ളൂ. ഇത് SP, ഇത് SP3. നെക്സ്റ്റ് മോളിക്യൂൾ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എഴുതി നോക്കാം. CH3 COCH3. ഇതൊരു കീറ്റോൺ ആണ്, ഫസ്റ്റ് കീറ്റോൺ ആണ്. ഇതിൻ്റെ പേര് പ്രൊപ്പനോൺ. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടാൽ ഈ ബോണ്ട് സിഗ്മ ബോണ്ടാണോ പൈ ബോണ്ടാണോ ക്ലിയർ ആവുന്നില്ല എങ്കിൽ നമുക്കറിയാം CO ബോണ്ട് C ഡബിൾ ബോണ്ട് O ആണ്. അപ്പോൾ ഇതും SP3 ആണ്, സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, ഇത് SP3 ആണ്. ഇതിനൊരു പൈ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് ഇത് SP2 ആണ്. നെക്സ്റ്റ് ഒരു ആസിഡ് എഴുതുകയാണെങ്കിൽ CH3 COOH. ഇത് SP3 ആണ്, ഇത് SP2 ആണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് NCERT ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അതായത് നമുക്കൊരു മോളിക്യൂൾ
ഉണ്ട് എങ്കിൽ ആ മോളിക്യൂളിനെ നമ്മൾ എങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 3 തരം റെപ്രസെൻറ്റേഷനാണ്. ഒന്ന് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല, 2 കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല, 3 ബോണ്ട് ലൈൻ ഫോർമുല. കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയിൽ ഉദാഹരണത്തിന് നമ്മൾ ഈഥെയ്ൻ എന്ന ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഈഥെയ്ൻ ഫോർമുല C2H6 ആണ്. C2H6. അപ്പം ഇതിലുള്ള എല്ലാ കാർബൺ ബോണ്ടും കാർബൺ ഹൈഡ്രജൻ ബോണ്ടും നമുക്കറിയാം, ഒരു കോവാലൻ്റ് ബോണ്ട് ഒരു ജോഡി ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇത്തരം കോവാലൻ്റ് ബോണ്ടുകളെ വരകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുകയും എലിമെൻറ്റുകളുടെ പ്രതീകം അതിലെഴുതുകയും വേണം. അങ്ങനെയാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എഴുതുന്നത്. ഉദാഹരണം ഈഥെയ്ൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ഈഥെയ്ൻ എന്ന മോളിക്യൂളിൽ ഒരു കാർബൺ സിഗ്മ ബോണ്ടും 6 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടും ആണുള്ളത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയാണ് ഞാൻ ആദ്യം എഴുതുന്നത്. CH. കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുലയിൽ ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിനെ ഒതുക്കി ഒന്ന് കണ്ടൻസ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. അതായത് CH3 എന്ന ഫോമാറ്റിൽ CH3 ഇങ്ങനെ എഴുതുന്നതാണ് കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല. അപ്പോൾ എല്ലാ ബോണ്ടുകളെയും കൃത്യമായി സ്പെസിഫൈ ചെയ്തുകൊണ്ട് എഴുതുന്നതാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകളെ കണ്ടൻസ് ചെയ്ത് എഴുതുന്നതാണ്, ചുരുക്കി ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നതാണ് കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല. എക്സാമ്പിൾ പ്രൊപ്പെയ്ൻ ഫോർമുല C3H8. ഈ പ്രൊപ്പെയ്ൻ എന്ന മോളിക്യൂളിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല, പ്രൊപ്പെയ്നിൽ 3 കാർബൺ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് യൂഡ്രോ 3 കാർബൺ CC ഇങ്ങനെ എഴുതുക. അതിനുശേഷം കാർബണിൻ്റെ ബാക്കി ബോണ്ടുകളെ ഹൈഡ്രജനുമായി കണക്ട് ചെയ്ത് എഴുതുക. ഇതാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് പ്രൊപ്പെയ്ൻ. ഇനി ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതുമ്പോൾ നമ്മളൊന്ന് ചുരുക്കി എഴുതാം. CH3 CH2 CH3. ഇവിടെയും ഈ സിംഗിൾ ബോണ്ട് C എഴുതാതെ CH3 എന്നും എഴുതാം. അതുപോലെ ഇവിടെയും CH3 CH2 CH3 എന്നും എഴുതാം. ഇത് രണ്ടും കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുലക്ക് എക്സാമ്പിളാണ്. ഇനി കാർബണാറ്റത്തിൻ്റെ എണ്ണം 3 മുതൽ നമുക്ക് ബോണ്ട് ലൈൻ ഫോർമുല കൂടി എഴുതാൻ പറ്റും. പ്രൊപ്പെയ്ൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല ഇങ്ങനെയാണ്. CH3 CH2 CH3. അതായത് കാർബൺ ഹൈഡ്രജൻ ഇവയുടെ സിംബൽസ് ഒന്നും എഴുതാതെ വെറും ലൈൻസ് മാത്രം ഉപയോഗിച്ചുള്ള റെപ്രസെൻറ്റേഷനാണ് ബോണ്ട് ലൈൻ ഫോർമുല. ഇനി അടുത്തത് ബ്യൂട്ടൈൻ്റെ കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല എഴുതും. CH3 CH2 CH2 CH3. ഇത് കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ബ്യൂട്ടൈൻ. ഇതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല ഇതാണ്. ഇങ്ങനെ സിഗ്സാഗ് മാനറിലാണ് ലൈൻസ് വരയ്ക്കേണ്ടത്. കാർബണും ഹൈഡ്രജൻ്റെ സിംബൽസ് എഴുതാതെ ലൈൻസ് മാത്രം ഉപയോഗിച്ചുള്ള റെപ്രസെൻറ്റേഷനാണ് ബോണ്ട് ലൈൻ ഫോർമുല. പലപ്പോഴും സൈക്ലിക് കോമ്പൗണ്ട്സിന് നമ്മൾ ബോണ്ട് ലൈൻ ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇക്വേഷൻസും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അധികവും കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുലയാണ് ഉപയോഗിക്കാറ്. കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ കുറേ സമയമെടുക്കും, അതുപോലെ സ്ഥലവും. ഇനി അടുത്തത് ബെൻസീൻ എന്ന മോളിക്യൂളിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. ബെൻസീൻ ഇതിൻ്റെ കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല ഇതാണ്. ഇതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല
ബെൻസീന് അധികം ഇതുപോലെ സൈക്ലിക് കോമ്പൗണ്ട്സിന് അധികം നമ്മൾ ബോണ്ട് ലൈൻ ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എഴുതി നോക്കാം. പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡിൻ്റെ കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല CH3CH2COOH. ഇതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല എഴുതുമ്പോൾ ഇതാണ് ബോണ്ട് ലൈൻ ഫോർമുല ഓഫ് പ്രൊപ്പനോയിക് ആസിഡ്. ഈ എൻഡ് CH3 അല്ല COOH ആണ്. അപ്പോൾ ആ ഫങ്ഷണൽ ഗ്രൂപ്പ് അതേപടി നമ്മൾ കീപ്പ് ചെയ്യണം. കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകളെയാണ് നമ്മൾ ഒതുക്കി എഴുതുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ നമ്മളത് പ്രത്യേകം കാണിക്കണം. അടുത്തത് പ്രൊപ്പനോൺ. പ്രൊപ്പനോണിൻ്റെ കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല CH3COCH3. ഇതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല ഇതാണ്. അതൊരു ഹെട്രോ ആറ്റം, കാർബണോ ഹൈഡ്രജനോ അല്ലാത്തൊരു ഹെട്രോ ആറ്റം വരുമ്പോൾ അതിനെ നമ്മൾ പ്രത്യേകം ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓർഗാനിക് മോളിക്യൂളാണ്. മോളിക്കുലാർ മോഡൽസ് പ്രധാനമായും 3 തരത്തിലാണുള്ളത്. ഫ്രെയിം വർക്ക് മോഡൽ, സ്പേസ് ഫില്ലിംഗ് മോഡൽ ആൻഡ് ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ. ഇതിൽ നമ്മൾ ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലാണ്. ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലിൽ ആറ്റങ്ങളെ ബോളുകൾ കൊണ്ടും കോവാലൻ്റ് ബോണ്ടിനെ സ്റ്റിക്കുകൾ കൊണ്ടും സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ളത് മീഥെയ്ൻ എന്ന മോളിക്യൂളിൻ്റെ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലാണ്. ഇത് കാർബൺ, മറ്റ് 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ. മീഥെയ്ൻ എന്ന മോളിക്യൂളിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഷേപ്പ് ടെട്രാഹെഡ്രൽ ആണ്. ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. അപ്പോൾ ഇത്തരം 3 ഡയമെൻഷനലായിട്ടൊരു മോളിക്യൂൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ഒരു പേപ്പർ അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡിൽ വരയ്ക്കുമെന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ മോളിക്യൂളിനെ വെക്കുമ്പോൾ ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ട് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടും ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ട് മുകളിലോട്ടും ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഇങ്ങോട്ടും ഒന്ന് നിങ്ങൾ കാണാതെ ഏറ്റവും ബാക്കിലോട്ടുമാണുള്ളത്, പിറകിലോട്ടാണുള്ളത്. അപ്പോൾ ഏത് ബോണ്ടാണോ നമ്മളെ പോയിൻ്റ് ചെയ്യുന്നത് അതിത്. നമ്മൾ ഏകദേശം ഒരു ബ്ലാക്ക് ബോർഡിൽ ഒതുക്കി വെക്കാൻ പറ്റുന്ന 2 ബോണ്ടുകൾ, പിന്നെ പിന്നോട്ടുള്ള ഒരു ബോണ്ട്. അങ്ങനെ ഈ 4 ബോണ്ടുകളെയും നമ്മൾ 3 ഡയമെൻഷനലായിട്ട് എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് അടുത്തതായി പറയുന്നത്. ആ ഒരു റെപ്രസെൻറ്റേഷന് സോളിഡ് വെഡ്ജ് ആൻഡ് ഡാഷ്ഡ് വെഡ്ജ് റെപ്രസെൻറ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. വെഡ്ജ് എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ ആപ്പ് എന്നാണ് അർത്ഥം. സോളിഡ് വെഡ്ജ് എന്ന് പറഞ്ഞാൽ വെഡ്ജുകളെ ഇങ്ങനെ നല്ലോണം ഡാർക്കൻ ചെയ്ത് വരയ്ക്കുന്നതാണ് സോളിഡ് വെഡ്ജ്. ആപ്പ് വരച്ചിട്ട് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്തതാണ് സോളിഡ് വെഡ്ജ്. ഡാഷ്ഡ് വെഡ്ജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വരകൾ കൊണ്ട് ഡാഷുകൾ ഉപയോഗിച്ച് ഒരു ആപ്പിൻ്റെ രൂപം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഡാഷ്ഡ് വെഡ്ജ്. അപ്പോൾ മീഥെയ്ൻ എന്ന മോളിക്യൂളിൻ്റെ 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ യൂസിങ് സോളിഡ് വെഡ്ജ് ആൻഡ് ഡാഷ്ഡ് വെഡ്ജ് ആണ് ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബോണ്ട് നിങ്ങളെ ഫേസ് ചെയ്ത് നിങ്ങളിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഈ ബോണ്ട് ആദ്യം നമ്മളൊരു കാർബൺ C എന്ന് എഴുതും. എന്നിട്ട് നിങ്ങളെ ഫേസ് ചെയ്യുന്ന ഈ ഒരു ബോണ്ട്, ഈ ഒരു വെള്ള ഹൈഡ്രജനുള്ള ഈ ഒരു ബോണ്ട്, വെള്ള കളറുള്ള ബോളുള്ള ഈ ഒരു ബോണ്ട് സോളിഡ് വെഡ്ജായിട്ടാണ് വരയ്ക്കുന്നത്. ആ വെഡ്ജ് വരയ്ക്കുമ്പോൾ ആ വെഡ്ജിൻ്റെ കട്ടിയുള്ള ഭാഗം നമ്മളെ നോക്കി നമ്മളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം വരയ്ക്കേണ്ടത്. അങ്ങനെ വരയ്ക്കുമ്പോൾ അതേത് ഭാഗത്ത് വേണമെങ്കിലും വരയ്ക്കാം. ഇവിടെ ഹൈഡ്രജൻ എഴുതാം. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന ബോണ്ട്. ഇതാണ് ദ ബോണ്ട് പോയിൻറ്റിങ് ടുവേർഡ്സ് ദി ഒബ്സർവർ. ഇനി അടുത്ത് വരയ്ക്കാൻ പോകുന്നത് ഏകദേശം ഒരു പ്ലെയിനിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 2 ബോണ്ടുകൾ, ഈ മഞ്ഞ ബോളുമായും ഈ നീല ബോളും ഈ മഞ്ഞ ബോളും ആണ് വരയ്ക്കുന്നത്. അത് സാധാരണ വരകൾ കൊണ്ടാണ് വരയ്ക്കുന്നത്. സാധാരണ ബോണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈൻസ് ഉപയോഗിച്ചാണ് അത് വരയ്ക്കുന്നത്. ഇനിയുള്ള ഒരു ബോണ്ട് ഈ റെഡ് ഈ ഒരു ബോളുമായി കണക്ട് ചെയ്യുന്ന ഈ ഒരു ബോണ്ട് പോയിൻറ്റിങ് എവേ ഫ്രം ദ ഒബ്സർവർ, അതാണ് ഡാഷ്ഡ് വെഡ്ജ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡാഷ്ഡ് വെഡ്ജ് വരയ്ക്കുമ്പോൾ
കട്ടിയുള്ള ആ വെഡ്ജിൻ്റെ കട്ടിയുള്ള ഭാഗം ഒബ്സർവറിലേക്കുള്ള രീതിയിലായിരിക്കണം വരയ്ക്കേണ്ടത്. അങ്ങനെ വരയ്ക്കുമ്പോൾ കട്ടിയുള്ള ഭാഗത്തിൽ നിന്ന് കട്ടി കുറഞ്ഞു വരുന്ന രീതിയിൽ ഇങ്ങനെ. ഇതാണ് മീഥെയ്ൻ എന്ന മോളിക്യൂളിൻ്റെ സോളിഡ് വെഡ്ജ് ആൻഡ് ഡാഷ്ഡ് വെഡ്ജ് റെപ്രസെൻറ്റേഷൻ. ഓർഗാനിക് കെമിസ്ട്രിയുടെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിൻ്റെ മൂന്നാം ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.